ഹായ്, ഞാൻ അജിത്. MK ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം മുളക് കൃഷിയെക്കുറിച്ചാണ്. ഇത് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കഴിച്ച് ബാക്കിയുള്ള മുളകെടുത്ത് നമുക്ക് ജൈവ പച്ചക്കറി വിൽക്കുന്ന കടയിലോ മറ്റോ കൊടുത്താൽ നമുക്ക് അതുവഴി കൂടുതൽ വരുമാനം കിട്ടുന്നതാണ്. ഇപ്പോൾ മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഈ മഴക്കാലത്തും എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് മുളക് കൃഷി. ഇതിൽ നിന്നും പഴുത്ത മുളകെടുത്താണ് ചെടികൾ പാകേണ്ടത്. തൈകൾക്ക് വേണ്ടി പാകേണ്ടത് ഇതിൽ നിന്നും പഴുത്ത മുളകെടുത്താണ്. ഇത് പാകുമ്പോഴെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മുളയ്ക്കും. പലരും പറയുന്ന കേൾക്കാം, ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മുളക് മുളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോയി എന്നൊക്കെ പ്രശ്നങ്ങളാണ് പലരും പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മുളക് നോക്കിയിട്ട്, ചിലപ്പോൾ ഇത് പച്ചക്കറി മാർക്കറ്റിൽ നിന്നൊക്കെ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതിൽ നിന്ന് പഴുത്ത മുളക് നോക്കിയിട്ട് പറിച്ചെടുത്ത് പാകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനുള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുളക് പറിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിവുള്ള സമയം നോക്കിയിട്ട് പറിച്ചെടുക്കുന്നതാണ് നല്ലത്. അതിന് ഇതേപോലത്തെ ഒരു കത്രിക കൂടി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോന്നിങ്ങനെയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പൂവുകൾ നമുക്ക് നഷ്ടമാകുകയില്ല. മറ്റ് സാധാരണ പറിക്കുന്ന സമയത്താണെങ്കിൽ പൂവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. പലരും കാന്താരി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് നേരിടുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളീച്ചയുടെ ശല്യം, അതേപോലെ തന്നെ മുരടിപ്പ്. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇതിന് ഈ കാന്താരി മുളകിന് ഏറ്റവും വലിയ പ്രശ്നം. ഈ രണ്ട് പ്രശ്നങ്ങളും തീർത്താൽ തന്നെ ഈ കാന്താരി മുളക് കൃഷി വളരെ എളുപ്പമാണ്. മാത്രമല്ല മുരടിപ്പ് രോഗം തീരെ വരാതിരിക്കുകയും ചെയ്യും. വെള്ളീച്ചയ്ക്കും മുരടിപ്പിനുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 50-60 ചെടികളുണ്ട്. ഇത് ടെറസിൻ്റെ മുകളിൽ മാത്രമല്ല, താഴത്തും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം എനിക്കൊരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു 4-5 കിലോയോളം ഇത് മാത്രം മുളക് മാത്രം ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. പറിച്ചിട്ടൊരു ഏകദേശം ഒരു 50-60 ദിവസം കഴിഞ്ഞാലാണ് ഇത് കായ്ച്ചു തുടങ്ങുന്നത്. വർഷം മുഴുവനും വിളവ് തരുന്ന ഒരു വിളയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൊല്ലം മുഴുവനും ഇതിൽ നിന്ന് മുളക് പറിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരു ചെടി ഒരു 3 വർഷമെങ്കിലും കിട്ടും. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ 3-5 വർഷം വരെ ഇതിൽ നിന്നും നമുക്ക് മുളക് പറിച്ചെടുക്കാവുന്നതാണ്. ഇതിന് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഒന്നും പ്രത്യേകതയൊന്നും ഇതിന് വരുന്നില്ല. ഇതിപ്പോൾ ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 450-500 രൂപേൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അത് ഈ സീസണിൽ മാത്രമാണ്. ചില സീസണിലാകുമ്പോൾ ഈ റേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ശരി, ഈ മുളക് കൃഷി എന്ന് പറയുന്നത് വലിയ നഷ്ടമുള്ള ഒരു ബിസിനസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിത്ത് മുളച്ച് ഒരു ഏകദേശം 30-40 ദിവസം കഴിഞ്ഞ് ആണ് മാറ്റി നടേണ്ടത്. മാറ്റി നടുന്നതിന് മുന്നേ കുമ്മായമിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് നടേണ്ടത്. അങ്ങനെയാകുമ്പോൾ മണ്ണിൻ്റെ pH ലെവൽ ഏകദേശം ഒന്ന് കറക്റ്റായി കിട്ടും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാണകപ്പൊടി, കോഴിവളം എന്നിവ ചേർക്കാവുന്നതാണ്. കോഴിവളം അധികമായി പോയാൽ എന്താണെന്ന് വെച്ചാൽ ചെടികൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോഴിവളമൊക്കെ ഒരു ലെവൽ വെച്ചിട്ട് കുറച്ച് ഇട്ടിട്ട് അതിന് ശേഷം മാത്രമേ മുളക് മാറ്റി നടാൻ പാടുള്ളൂ. മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ചെറിയ ടൈപ്പ് കാന്താരിയില്ല, ഈ ചെറിയ ടൈപ്പ് പച്ച കാന്താരിക്കാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഇത് ടെറസിൽ കൃഷി ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് എന്താണെന്ന് വെച്ചാൽ താഴത്ത് കൃഷി ചെയ്യുന്നതല്ല. ടെറസിൻ്റെ താഴത്താകുമ്പോൾ എന്താ വെച്ചാൽ ഈ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഉണ്ടാവില്ല, മീൻ കഴുകിയ വെള്ളം, പച്ചക്കറി വേസ്റ്റുകൾ, അങ്ങനെയൊക്കെ ഈ മുളകിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തഴച്ച് വളരും. ഈ മുളകിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം വെയിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ മുളകിന് അധികം വെയിലില്ലാതെ തന്നെ ഇത് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ വളർന്ന് വലുതായിക്കോളും. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കോവൽ കൃഷിയാണ് ഇതിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്നത്. ഈ കോവൽ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കോവൽ കൃഷിയും കോവയ്ക്കയും അതിൻ്റെ താഴത്ത് ഈ കാന്താരി മുളകുമാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ കാന്താരി മുളകും പറിക്കാം, ഈ കോവയ്ക്ക പറിക്കുകയും ചെയ്യാം. അത് രണ്ടിലും കൂടി നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ്.
ഇപ്പോൾ ഞാൻ ടെറസിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഇരട്ട ഗ്രോ ബാഗ് കൃഷിയാണ്. അതായത് ഏറ്റവും അടിയിലത്തെ ഒരു ഗ്രോ ബാഗ്, അതിൻ്റെ മുകളിൽ മറ്റൊരു ഗ്രോ ബാഗ്, അത് 24 സൈസുള്ള ഗ്രോ ബാഗാണിത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഗ്രോ ബാഗും കൂടി. ഈ മുകളിലത്തെ ഗ്രോ ബാഗിൻ്റെ അടിഭാഗം ലേശം കട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ മുകളിൽ നട്ട ചെടിയുടെ വേരുകൾ അടിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ മണ്ണ് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൽ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വളങ്ങളൊന്നും വേസ്റ്റ് ആകാതെ അടിയിലത്തെ ഗ്രോ ബാഗിൽ സംരക്ഷിക്കപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ മുളകിനെ പറ്റി പറയാൻ. ഇനി നമുക്കുള്ള മുളകളൊക്കെ എത്രയുണ്ട് നോക്കിയിട്ട് അതെല്ലാം പറിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോനെ പറ്റി പറയാൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.